വർമ്മജി നോം അപ്പനമ്പൂരി. അപ്പനമ്പൂരിയുടെ മകനാണ്. മഹത് വ്യക്തിയാണ്. എന്താ പേര്? യേശു. കേശു നമ്പൂരി. എന്താ ചെയ്യാ, നമ്പൂരിയായി പോയി. അച്ഛനേക്കാൾ കേമൻ മകനാണെന്നാണ് നാട്ടുകാര് പറയുന്നത്. ഇല്ല, ഞാൻ പറയും. നാട്ടിലൊക്കെ നോമിന് നല്ല പേരാ. എന്ത് കേസ് വന്നാലും നോമിന്റെ തലയില. അതെ, പ്രശ്നം വെച്ചാ അച്ഛട്ടാ. പ്രശ്നം ഉണ്ടാക്കാൻ ആരൊക്കെ വരുന്നറിയോ? പോലീസുകാര്, ഗുണ്ടകള്, പിന്നെ ജഡ്ജിയെ കാണാൻ മാത്രം നോം അങ്ങോട്ട് ചെല്ലും. പ്രശ്നം വെപ്പിക്കാനായിട്ട്. മഹത് വ്യക്തിയാണ്. വരികയാണല്ലോ. അല്ല, തിരുമേനിക്ക് കുടിക്കാൻ പാലോ സംഭാരോ? തണുത്ത സോഡ ഗ്ലാസ്. അതെ, ഗ്യാസിന്റെ അസുഖങ്ങളുണ്ട്. ഗ്യാസ് പുറത്ത് കളയാനായിട്ട് ഗ്യാസ് നല്ല ഗ്യാസ് ആണ്. നന്നായിട്ട് ഗ്യാസ് ആയിക്കോട്ടെ. വേഗം എല്ലാം നശിപ്പിക്കരുത്. ആയുഷ്മാൻ ഭവാനി ചേച്ചി. ആരും ഭവാനി ചേച്ചി എന്താണത്? കേട്ടറില്ലേ, സിനിമയിലൊക്കെ ഇങ്ങനത്തെ വേഷം കിട്ടുമ്പോ നരേന്ദ്രപ്രസാദ് ഇങ്ങനെ പറയുന്നത്. മര്യാദക്ക് നിന്നാ മതി പ്ലീസ്. ഇത് മതിയാ? മതി മതി. ഇതാ കൊച്ചു പുസ്തകം വർമ്മജി പടം കാണാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുക. ഇതിനകത്ത് പടം ഒന്നും കാണില്ലടാ. ഇതാ കൊച്ചിന്റെ ജാതകാണ്. അയ്യേ, അതെ, രാശി പലകിൽ എന്തെങ്കിലും എഴുതി വെക്കും. തറപറന്നൊക്കെ എഴുതിയാ മതി. തറയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അറിയാം. എഴുത്, നീ തന്നെ എഴുത്. ഇയാൾ എഴുതി എല്ലാം കൊളാവും. ആരെങ്കിലും ഉണ്ടോ നോക്ക്. അയ്യേ, ഇതിൽ ഇനിയുണ്ട് ശങ്കുകൾ. ഇത് മുഴുവൻ വേണം. കളയല്ലേ. ഞമണിക്കൊക്കെ എന്താ വിലയെന്നറിയോ? ഞൗണിക്കല്ല, അത് കവടിയാണ്. ഇതാ ഗുബൂല് രണ്ടെണ്ണം വെച്ചോ. അതൊക്കെ പിന്നെടുത്ത് വെച്ചാൽ മതി. ഓം നീക്കോനാച്ച. ഇരുന്നോളാ, നിങ്ങളും ഇരുന്നോളിക്കോളുക. ഓം ദിഗംബരശനായ. കണ്ണട മാറ്റ്. ഗ്ലാമർ കൂടി പോയല്ലേ. അപ്പോ എന്തൊക്കെയാ? തലക്കുറി. ആയിക്കോട്ടെ, തലക്കറി കഴിച്ചിട്ട് കുറച്ചു കാണായിരിക്കണു. തലക്കുറി വായിച്ചിട്ട് കുറച്ചാളായി. അതാണ്, ഇതാണ് കുട്ടിയുടെ തലക്കുറി. ഓഹോ. തമ്പുരാനോട് നക്ഷത്രം ചോദിക്കേ. ഇപ്പൊ എന്തിനാ നക്ഷത്രം? ക്രിസ്മസ് വെച്ച് കടവട്ടി. അതല്ല, തമ്പുരാന്റെ നക്ഷത്രം മൂലമല്ലെന്ന് ചോദിക്കേ. തമ്പുരാന്റെ നക്ഷത്രം മൂലം അല്ലേ? അതെ. മുഖത്ത് എഴുതി വെച്ചിരിക്കണു, മുഖം മൂലത്തിന്റെ കണ്ണാടി. മൂലം വെച്ചൊരു ശ്ലോകം ചൊല്ല്. വാവച്ചു വലിയൊന്നും തെറ്റും, പിന്നീട് മൂലം വെച്ച് വല്ല. ഞങ്ങൾക്കറിയേണ്ടത് ഇവളുടെ വിവാഹം, ആയുസ്. കവടി കഷ്ക്. എന്താണോ ഒക്കെ ചെയ്യണ്ടു? കവടി കഷ്കം എന്തെങ്കിലൊക്കെ പറ. മതി. എടാ, വിടാത്തോന്നല്ലടാ. എന്തൊരു സുഖം ഇത്. വെറുതെ അല്ലേ ജോത്സ്യന്മാര് ഇതിന് പിടിവിടാത്തത്. ഓരോന്ന് കളത്തിലേക്ക് തിരിച്ചു വെക്കേ. എന്താ പിന്നെ ചെയ്യേണ്ടത്? കളത്തിലേക്ക് വെക്കേ. ഇനി ഏതെങ്കിലും ഒരു മലയാള മാസം പറ. കന്നിമതിയാ. അത് പാട്ടിയുടെ മാസല്ലേ? ചിങ്ങമാസത്തിന്റെ ഒരു ശ്ലോകം ചൊല്ലേ. ചിങ്ങമാസം വന്നു ചേർന്നോ നിന്നെ ഞാൻ സ്വന്തമാകും. ഈ കുട്ടിയെ മറ്റാരോ സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ. ഡോക്ടറോടും ജോത്സ്യനോടും കള്ളം പറയുന്ന. അത് അബദ്ധത്തിൽ പുടവ കൈമാറിപ്പോയതല്ലേ? അതിന് പ്രായശ്ചിത്തവും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, പ്രായശ്ചിത്തം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത ഒരു വിവാഹം. നോ ചാൻസ്. കുട്ടിയുടെ ആയുസൊന്ന് നോക്കിയാൽ. അതെ, ആയുസിന്റെ കവടി. ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണു. തലനാരെടുക്കാൻ രക്ഷപ്പെട്ടത്. ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ ഒടുക്കത്തായുസ. എന്താ? അത് ഈ ദീർഘായുസാണ് ഇനി മുതൽ എന്നാണ് പറയണത്. എന്താ പിന്നെ ബാക്കി നാളെ ആവാം. വീശാൻ സമയമായിരിക്കണു. എന്താ? തെക്കൻ കാറ്റ് വീശാറായാ പിന്നെ അത് ഈ രാശി പറയുന്നതിന്റെ കയ്യും പറക്കും. അസ്തമിക്കാറായിരിക്കണു. അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ധൃതി കൂട്ടണ്ട, വിശദമായിട്ട് നാളെ ആവാം. ആയിക്കോട്ടെ.